ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും കൂടെ വേണം. നമ്മൾ ആദ്യം വെക്കുന്നത് ഒരു തോരനാണ്, ഓമയ്ക്ക തോരനാണ്. ഇന്ന് മീനുണ്ട്, നെത്തോലി തോരൻ വെച്ചതാണ്. ഇന്ന് ചോറിൻ്റെ കൂടെ അല്ല, ഇലയിലാണ്. എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇലയിൽ വെക്കുന്നു. ഇന്ന് സ്പെഷ്യലായിട്ട് ജാതിക്ക അച്ചാറാണ്. ജാതിക്ക അച്ചാർ ഇടുന്ന വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്, അതും എല്ലാവരും ഒന്ന് കാണണം. ഇന്ന് ചമ്മന്തി ഇല്ല, അതിന് പകരം ഒഴിക്കറി സാമ്പാറാണ്. ഇത്രയുമാണ് ഇന്നത്തെ പൊതിയിലുള്ള കറികൾ. സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജാതിക്ക ഇടുന്ന അച്ചാറും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. തീർച്ചയായും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. നമ്മുടെ പറമ്പിൽ ഒരു മരമുണ്ട്, അതിൽ നിന്ന് പറക്കിയെടുത്തതാണ്. നല്ല പഴുത്ത് പൊട്ടിയതാണ്. അത് പറക്കിയെടുത്തുകൊണ്ട് വന്ന് കഴുകി ഇതിൻ്റെ തൊലി ചെത്തിക്കളയണം. തൊലിക്ക് നല്ല കട്ടിയാണ്. ഇങ്ങനെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി ചെറുതായിട്ട് അരിയണം. മാങ്ങ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിയണം. പിന്നെ അരിഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം. ചിലത് ഇത് വേവിച്ചിട്ടാണ് അച്ചാറിടുന്നത്. അങ്ങനെ ഒരിക്കലും വേവിച്ചിട്ട് അച്ചാറിടരുത്, ഒരു ഗുണവും ഇല്ല. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും, വെറുതെ ഇടാവുന്നേ ഉള്ളൂ. നമ്മളത് മാറ്റി വെച്ച് ഒരു പാനെടുത്ത് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് അച്ചാറിടുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയും കടുകും ഇച്ചിരി ലേശം കൂടുതലിടണം. അതിലേക്ക് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് പൊടിയില്ലായിരുന്നു, കായമാണ്. അതുകൊണ്ട് ഒന്ന് ഇത് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കായം ഒരു പീസ് ഇടുന്നുണ്ട്. അതും ഒന്ന് ഇതിൻ്റെ കൂടെ മൂത്ത് വരും. അതിലേക്ക് നമുക്ക് മസാലകളാണ് എടുത്തേണ്ടത്. പൊടി ഐറ്റങ്ങളാണ് ഇടേണ്ടത്. അങ്ങനെ മുളക് പൊടി ഇടണം. മുളക് പൊടി ആവശ്യത്തിന്, ജാതിക്ക് എത്ര ഉണ്ടോ അതിനുള്ള ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടിയും കൂടെ കുറച്ചിടണം. ഇത്രയും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരും പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കരുത്. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പൂത്തുപോകും. ചിലരതിന് വിനാഗിരി അതൊക്കെ ഒഴിക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വെള്ളമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ ആഴ്ചകളോളം ഇരുന്നോളും. നമ്മളിവിടെ സ്ഥിരം അച്ചാർ ഇടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇടുന്നതും. മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ജാതിക്ക ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇതൊന്ന് വേവണം. ജാതിക്ക ഒന്ന് വേവാൻ വേണ്ടി മാത്രം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അത് അത്രയേ ഉള്ളൂ. വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. വെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂത്ത് പോവും. അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ടാൽ ഏറ്റവും നല്ലതാണ്. പച്ചമുളക് ഇട്ടാലും മതി. നമ്മൾ ആദ്യം ഇടാഞ്ഞത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് എണ്ണയ്ക്കകത്ത് കാന്താരി ഇടാഞ്ഞത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പാകത്തിന്, നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പച്ച കടുക് എടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് വിതറി കൊടുത്താൽ നല്ലതാണ്. കണ്ടേ, ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്താൽ മതി ജാതിക്ക. എന്നിട്ട് അത് തീ ഓഫ് ചെയ്യാം. അതിലേക്കാണ് നമ്മൾ കടുക് എടുത്ത് പൊടിച്ച് വെച്ചത്. അത് വിതറി കൊടുത്താൽ ഏറ്റവും നല്ല രുചികരമായിട്ട് വരും. അത് ഏത് അച്ചാറിട്ടാലും ഏറ്റവും നല്ലതാണ്. അതിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ്. അത് ഇട്ട് പിറ്റേ ദിവസമൊന്നും എടുക്കരുത്, ഒരു 4-5 ദിവസം കഴിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ തന്നെയാണ് ജാതിക്ക അച്ചാർ. അന്നേരം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.